നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. പ്രമേഹ രോഗത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം പകർന്നു നൽകി ഡോക്ടർ അൻവർ സാദത്ത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന ജീവിതശൈലി രോഗമാണ് പ്രമേഹം. ലോക പ്രമേഹ ദിനത്തിൽ രോഗത്തെക്കുറിച്ചുള്ള അവബോധം പങ്കുവെക്കുകയാണ് മെഡിക്കൽ ഓഫീസറും ബ്ലഡ് ചാർജും ഡോക്ടർ അൻവർ സാദത്ത്. പ്രമേഹം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുടെ നിത്യജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. ആ അസുഖം വല്ല അണുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു അസുഖമല്ല. നമ്മുടെ ഭക്ഷണ രീതികളിൽ വരുന്ന, നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് പൊതുജനങ്ങൾ വരുന്നത്. പ്രമേഹം എന്നത് മനുഷ്യർക്ക് പൊതുവെ ഒരു ഭയം വരുന്നത്, പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മരുന്നുകൾ കഴിച്ചാൽ കിഡ്നി പോവോ ലിവർ പോവോ എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങൾക്ക് പൊതുവെ ഒരു ഭയം വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. കൃത്യമായി ചികിത്സിച്ചാൽ, കൃത്യമായി ഭക്ഷണ രീതികൾ നമ്മൾ ഫോളോ ചെയ്താൽ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സാ രീതികൾ തുടർന്നാൽ മാറാവുന്ന അല്ലെങ്കിൽ മാറ്റാവുന്ന ഒരു സംഭവമാണ്. സ്ത്രീകൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും പ്രമേഹം കൂടുതൽ കാണുന്നതായും മരുന്നുകൾ അവയവങ്ങളെ ബാധിക്കുമെന്നത് മിഥ്യ ധാരണയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുഞ്ഞു കുട്ടികൾക്കും സ്ത്രീകൾക്ക് ഗർഭിണിയാവുമ്പോഴും അങ്ങനെ വയസ്സായ ആളുകളിലും കൂടുതലായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിലവിൽ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒക്കെ പഞ്ചസാരയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അത് എനർജി ആയിട്ട് മാറുന്നത്. പക്ഷേ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ അധികമായി വരുന്നതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹം വരുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ, ഇപ്പോൾ ചെറിയ മുള്ള് തറയ്ക്കുക, നമ്മൾ പാദമൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല മുറിവൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ അളവ്, പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ മുറിവുകൾ ഉണങ്ങാനൊക്കെ സമയമെടുക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയവങ്ങൾക്ക് ക്ഷതമേൽക്കോ എന്നൊക്കെയാണ് ജനങ്ങളുടെ സംശയം. അങ്ങനെയൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിച്ചത് നിയന്ത്രിക്കണം. ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. പിന്നെ ഭക്ഷണം കഴിക്കേണ്ട രീതി, ചില ആളുകൾ ചോറ് കഴിക്കില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചപ്പാത്തിയാണ്, ഗോതമ്പാണ് കഴിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഭക്ഷണ രീതികളിൽ ചോറിലും ഗോതമ്പിലും ഒക്കെ പഞ്ചസാരയുടെ അളവ് തുല്യമായിട്ടുണ്ട്. നമ്മൾ ചോറ് കഴിക്കുന്ന അത്രയും അളവിൽ ഗോതമ്പൊന്നും കഴിക്കില്ല എന്നതുകൊണ്ടാണ് ചപ്പാത്തി പോലെയുള്ളതിന് ഡോക്ടർമാർ കൂടുതലായിട്ട് നിർദ്ദേശിക്കുന്നത്. പക്ഷെ ചില ആളുകൾ ചോറ് കഴിക്കാതെ 10-12 ചപ്പാത്തിയൊക്കെ ഒന്നിച്ച് കഴിച്ച് വന്നിട്ട് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കാതെ കൊണ്ടുപോകരുത്. പിന്നെ പഴങ്ങൾ കഴിക്കാൻ പറ്റുമോ, പിന്നെ ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം, ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളാണ് ജനങ്ങൾക്കുള്ളത്. നമ്മൾ നിത്യജീവിതത്തിലുള്ള ഏതൊരു ഭക്ഷണവും കഴിക്കുന്നതിലല്ല പ്രശ്നം. ആ കഴിക്കുന്നത് പ്രമേഹമുള്ള രോഗികൾ ഒരു നിയന്ത്രണം വെക്കുക എന്നുള്ളതാണ്.